വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ സുസ്മിതയോട് പറയുന്നുണ്ട്, എന്നെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നിങ്ങനെ. ഒരു പെറ്റി കേസ് വന്നാൽ പോലും ഹാർട്ട് അറ്റാക്ക് വരും എനിക്ക്, അപ്പോഴാണ് ഈ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തുന്നത്, ഞാൻ ജയിലിൽ പോവും, ജാമ്യം പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ തൂങ്ങുന്ന കേസാണെന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം നിൻ്റെ തലയിലാണെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും തലയിൽ പിന്നെ ചാർത്തി കൊടുക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, സുസ്മിതയെ രക്ഷിക്ക്, ഇങ്ങനെ ഒരു കേസായതുകൊണ്ടാണ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഇവൻ എന്തുമായി പറയുന്നത് എന്നുള്ളത്. അന്നേരം ഇവൻ ജയിലിൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത്, മരംവെട്ട് കേസിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ, അതിലൊന്നും വലിയ കാര്യമില്ല, അതൊരു ചെറിയ കേസാണ്, പിന്നെ അതിൽ വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നെ ഇതിൽ നിന്നും ഒരു തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആ ജാമ്യം കൊടുത്തിരിക്കുന്ന വസ്തു അങ്ങ് പോകും, അത്രയേ ഉള്ളൂ, വേറൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പിന്നെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം രോഹിത് പറയുകയാണ്, അയ്യോ അത് പറ്റില്ല, ആ വീട് പോകാനായിട്ട് പറ്റില്ല, എന്നെ ഞാനാക്കിയത് ആ വീടാണ്, പിന്നെ ഞാൻ അനാഥനല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാക്കിയതും അവിടെ നിന്നാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രബോസിന് ചെറുതായിട്ട് ദേഷ്യം വരികയാണ്. അന്നേരം സുസ്മിത പറയുകയാണ്, കേട്ടില്ലേ, പിന്നെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്, ഇപ്പോഴും സത്യഭാമയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പുകയാണ്, രോഹിത് പറഞ്ഞതൊക്കെ വെറുതെയാണെന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, എനിക്ക് വീടിനെ കുറിച്ച്, വീട് പോകാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ, എങ്കിൽ നിനക്ക് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യം ഞാൻ പറയാം, ആ വീട് നിൻ്റെ പേരിലേക്ക് അങ്ങോട്ട് എഴുതി തന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ₹1 ചിലവില്ലാതെ നിൻ്റെ പേരിലേക്ക് അങ്ങ് വീട് വരും, അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നിൻ്റെ പേരിലേക്ക് എഴുതി ഒപ്പിട്ട് തരും, പേരിലാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ, അത് കുഴപ്പമില്ല, എൻ്റെ പേരിലായാലും വീട് അന്യാധീനപ്പെട്ട് പോകാതിരുന്നാൽ മതി, ഇടിച്ചു പൊളിച്ച് കളയാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, നമ്മൾ വിചാരിക്കുന്നതും രോഹിത് വിചാരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്, പക്ഷെ അല്പം വളഞ്ഞ വഴിയാണെന്നേ ഉള്ളൂ എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം വീടാണെങ്കിൽ സർക്കാർ കേസ് എടുത്തു കഴിഞ്ഞാൽ ലേലത്തിൽ വയ്ക്കും, അപ്പോൾ നമുക്ക് തന്നെ അത് പിടിക്കാം ഉപേന്ദ്രൻ്റെ സഹായത്തോടെ, എന്നിട്ട് നിൻ്റെ പേരിലേക്ക് ആക്കിത്തരും, അതുപോലെ അപ്പോൾ പിന്നെ എല്ലാ ഓർമ്മകളും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം രോഹിത് അത് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, സുസ്മിത പറയുന്നുണ്ട്, ഇതിനെല്ലാം സ്മരണ വേണം, സ്മരണ എന്നൊക്കെ പറയുമ്പോൾ അതെപ്പോഴും ഉണ്ടാകും, എന്നെ ഞാനാക്കി മാറ്റിയത് നിങ്ങൾ രണ്ടുപേരുമാണ്, ഞാനെന്ന തിരിച്ചറിവ് ഉണ്ടാക്കിയത് നിങ്ങളാണ്, അതുകൊണ്ട് ജീവിതം അവസാനം വരെ ആ ഒരു ഓർമ്മ എന്നിൽ ഉണ്ടായിരിക്കും എന്നിങ്ങനെ രോഹിതൻ തിരിച്ചു പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ അവിടെ നിന്ന് ഇറക്കുന്നതൊക്കെ രോഹിത്തിന് ഇഷ്ടം തന്നെയാണ്, പക്ഷെ തൻ്റെ പേരിലേക്ക് വരുന്നതും കൂടി ആകുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. നിനക്കുള്ള സാമ്രാജ്യമൊക്കെ നമ്മൾ കെട്ടിപ്പടുക്കി തരും, നമ്മുടെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ ചന്ദ്രബോസും സുസ്മിതയൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത പറയുകയാണ്, അങ്ങനെ സത്യഭാമയുടെ സാമ്രാജ്യം ഒരുക്കി തുടങ്ങി, ആട്ടവും തുടങ്ങിയിരിക്കുകയാണ്, നമുക്കിനി മാറി നിന്ന് ആട്ടം കണ്ടാൽ മാത്രം മതി എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ പപ്പിമോളെയും കൂട്ടിക്കൊണ്ട് കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാന്ത മാത്രമേ ഉള്ളൂ അവിടെ, ശാന്ത മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം പിന്നെ ശാന്ത ആൻറ്റി എന്നും പറഞ്ഞ് ഓടി പപ്പിയാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്ണു ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് അകത്തോട്ടും എല്ലായിടത്തും ഒക്കെ നോക്കുകയാണ്. സത്യയും ശാലിനിയൊക്കെയാണ് വിഷ്ണു തിരയുന്നത്, ശാലിനി ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. തുടർന്ന് പിന്നെ സത്യയും എവിടെ, ശാലിനിയൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ ശാന്തയോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം സത്യമോളെ വിളിക്കാനായിട്ട് ശാരദാമ്മ പോയിരിക്കും. പിന്നെ ശാലിനി കുഞ്ഞ് വരാറായില്ല, മീറ്റിങ്ങോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ലേറ്റ് ആവും, സന്ധ്യയായിട്ടേ വരാറുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ശാലിനി ഇവിടെ എത്തിയിട്ടില്ല, ഇനിയിപ്പോൾ എവിടെ പോയി കാണും, അനുവിനെ ഒന്ന് വിളിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളമൊക്കെയാണ്. ആ വിഷ്ണുവിൻ്റെ വെപ്രാളം പപ്പിയും ശാന്തയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. തുടർന്ന് അനുപല്ലവി എന്നെ ഫോൺ എടുക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത്. അന്നേരം കൂട്ടുകാരോ ആരുടെയെങ്കിലും അടുത്ത് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അനു ഒന്ന് അന്വേഷിക്കുക, ഞാനും അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ, അങ്ങനെ അടുത്ത പരിചയക്കാരൊന്നും മാഡത്തിന് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, എന്നാലും അനുവെന്ന് അന്വേഷിക്കും, ഞാനും തിരക്കാം, അങ്ങോട്ടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ശാന്തയോട് പറയുകയാണ്, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്, അതുവരെ പപ്പിമോൾ ഇവിടെ നിൽക്കട്ടെ, രാത്രി ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, അതിനെന്താ വിഷ്ണു കുഞ്ഞ് പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. തുടർന്ന് പപ്പിയുടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വരുന്നുണ്ട്. വിഷ്ണുച്ചൻ പോയിട്ട് വരാം, സത്യ ശാരദാമ്മ ഇപ്പോൾ വരും, അപ്പോൾ സത്യയോട് നിന്ന് കളിക്കണമെന്നൊക്കെ. അന്നേരം അതിനെന്താ വിഷ്ണുച്ചൻ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആ കുട്ടിയുടെ ആ ഒരു അച്ഛൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പപ്പിമോളുള്ള സ്നേഹം വീണ്ടും വീണ്ടും വിഷ്ണു അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്, 2 കൈയിലും പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് പോകാൻ നേരവും നെറ്റിയിലേക്ക് മുത്തമൊക്കെ കൊടുത്തിട്ടാണ് വിഷ്ണു പോകുന്നത്. വിഷ്ണുവിന് കുട്ടി സത്യയെ കാണണമെന്നുണ്ട്, പപ്പിയെ വിട്ടിട്ട് പോകാനും വയ്യ, പക്ഷേ ശാലിനി എവിടെയെന്ന് അന്വേഷിക്കാനുള്ള പ്രാളത്തിൽ വിഷ്ണു അങ്ങ് പോവുകയാണ്. തുടർന്ന് ശാന്തയാണെങ്കിൽ മോൾക്ക് എന്താ വേണ്ടോ, ചായയോ കാപ്പിയോ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുകയാണെങ്കിൽ മോൾ അവിടെ പോയിരിക്കുക, ശാന്താൻ്റിക്ക് ഹോട്ടലിൽ കുറച്ച് ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ, ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ്. പക്ഷേ ആ സമയത്ത് ശാരദാമ്മ
സത്യയും കൊണ്ട് ഓട്ടോയിൽ വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സത്യയാണെങ്കിൽ ഹായ് പപ്പി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും പപ്പി ഓടിച്ചെന്ന് പിടിക്കുകയും ചെയ്യുന്നുണ്ട്, മുത്തമൊക്കെ കൊടുക്കുകയാണ്. ഇതെപ്പോൾ വന്നു, ആരുടെ കൂടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവച്ചൻ്റെ കൂടെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നിട്ട് സത്യയോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയി കളിച്ചോളാം, എന്നിട്ട് നമുക്ക് റൂമിൽ പോയി കളിക്കാമെന്ന് പറഞ്ഞ് സത്യയാണെങ്കിൽ പപ്പി രണ്ടുപേരും കണ്ട ആ ഒരു സന്തോഷത്തിലാണ്. കുട്ടികൾ രണ്ടും കൂടെ കൈയും കോർത്ത് പിടിച്ച് അകത്തേക്ക് അങ്ങ് ഓടുന്നുണ്ട്. തുടർന്ന് ശാന്തയോട് ശാരദാമ്മ ചോദിക്കുകയാണ് വിഷ്ണു വന്നിട്ട് ആളെവിടെയും ചോദിക്കുമ്പോൾ പിന്നെ 1-2 പേരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയി എന്ന്. ശാരദാമ്മ വിചാരിക്കുന്നു വിഷ്ണു അങ്ങനെ പപ്പിയും കൊണ്ട് വരാത്തതാണല്ലോ, ഈശ്വര ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ശാന്തയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ശാന്തയും പറയുകയാണ്. ഇതേസമയം വിഷ്ണുവും കമലിനും കൂടി കടപ്പുറത്ത് നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അന്നേരം എന്താ ആശാനെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടെടാന്ന് പറയുമ്പോൾ അതെനിക്കറിയാമല്ലോ, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ആശാൻ എന്നെ തിരക്കി വരില്ലല്ലോ എന്ന് പറയുകയാണ്. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു നാവ് പിഴ സംഭവിച്ചു, ഞാൻ ശാലിനിയെ കാണാനായിട്ട് പോയി, എന്നിട്ട് 1-2 സംസാരിച്ച് കൂടുതൽ പറഞ്ഞു എന്നും പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് ടെൻഷനാവുകയാണ്. അന്നേരം പിന്നീട് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ കമലൻ ചോദിക്കുമ്പോൾ ശാലിനി രാജിക്കത്ത് എഴുതി വെച്ചിട്ട് പിന്നെ അവിടെ കളക്ടറേറ്റിൽ നിന്നും പോയി, ഫോൺ പോലും എടുത്തിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നിങ്ങനെ വിഷ്ണു ആകെ ടെൻഷനും വെപ്രാളവും ഒക്കെയാണ്. ആകെ ഒരു മരവിച്ച അവസ്ഥയാണ് വിഷ്ണുവിന്. അന്നേരം കമലൻ പറയുകയാണ് ഏട്ടത്തിയമ്മയെ പോലുള്ള ഒരാൾ അങ്ങനെ രാജിക്കത്തൊക്കെ എഴുതി വെച്ച് ഫോൺ എടുക്കാതെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പോക്ക് അപകടത്തിലേക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ ഇടാന്ന് വിളിക്കുകയാണ്. അന്നേരം അതെ ആശാനെ അത് തന്നെയാണ്, പക്ഷേ ആശാൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടുപേരും ഉള്ളിൽ നിറച്ചു വെച്ച സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കത്തുമില്ല, ഇങ്ങനെ ബാക്കിയുള്ളവർ വിഷമിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന നമ്മളാണ്, പക്ഷേ ഏട്ടത്തിയമ്മയ്ക്ക് ആശാനെ വിട്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല, നമുക്ക് കണ്ടുപിടിക്കാം, ഇവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം, ആശാൻ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കമലിനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ആശ്വാസത്തിൽ വിഷ്ണു ഇങ്ങനെ ഉൾക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്നും അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ആശാൻ തളരണ്ട, നമുക്ക് എവിടെയായാലും കൊണ്ടുവരാം, ഏട്ടത്തിയമ്മ എവിടെ നിന്നായാലും കൊണ്ടുവരാം, ആശാൻ സമാധാനപ്പെടും, ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കമലം പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. നമുക്ക് അന്വേഷിക്കാൻ വാ എന്നും പറഞ്ഞ് കമലം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ കടപ്പുറത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, നൈം ബോർഡൊക്കെ കൈ പിടിച്ചുകൊണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന വിഷ്ണുട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലാതായിരിക്കുകയാണ്, വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അമ്മ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല, പിന്നെ വിഷ്ണുട്ടനെ കരുതിയാണ് ഇത്രയും നാളെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആ വിഷ്ണു പറഞ്ഞ വാക്കുകളും എല്ലാമൊക്കെ ഓർമ്മിച്ച് ആകെ സങ്കടപ്പെടുന്ന ശാലിനിയാണെങ്കിൽ ഇനി ജീവിക്കേണ്ട, താൻ മരണത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ കമലിനെയും കൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് എല്ലായിടത്തുമൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഇതേസമയം സത്യഭാമയാണെങ്കിൽ വിഷ്ണു വീട്ടിലെത്താത്തതിൽ വിഷ്ണുവിനെ അങ്ങ് ഫോൺ ചെയ്യുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. അന്നേരം രാഘവൻ നായർ അങ്ങോട്ട് വരുന്നുണ്ട്, പിള്ള കൂടെയുണ്ട്, പൊന്നി വരുന്നുണ്ട്. അന്നേരം അവൻ ഇങ്ങ് വന്നോളും, നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ എത്ര വളർന്നാലും അവൻ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാണ്, വിളിച്ചിട്ട് കിട്ടണമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഭാമ ആകെ ടെൻഷനിലാണ് വിഷ്ണു വരാത്തതിൽ. അന്നേരം ശ്യാമ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ രോഹിത് എന്തിയുടെയും ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് എൻ്റെ വലം കണ്ണങ്ങോട്ട് തുടിക്കുന്നു, എന്തോ ആപത്ത് വരുന്ന പോലെ ദുസൂചനയാണെന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് വിഷമിക്കുകയാണ്, ഭാമ വിഷമിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ് നീ ചുമ്മാ ഇരുന്നേ, ബാക്കിയുള്ളവരെ കൂടെ പേടിപ്പിക്കാതെ എന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. സംഭവങ്ങളെ അറിഞ്ഞിട്ടും രാഘവൻ നായരും സത്യഭാമയും മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. തുടർന്ന് സത്യഭാമ കമലിനെയും വിളിക്കുന്നുണ്ട്. ഈ കമലിനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്തോ ആപത്ത് വരുന്നു എന്നും പറഞ്ഞ് ഭാമ വീണ്ടും വിഷ്ണുവിനെയും കമലിനെയും ഒക്കെ മാറി മാറി വിളിക്കുകയാണ്. ഈ സമയത്ത് കടപ്പുറത്താണെങ്കിൽ ശാലിനിയുടെ കയ്യിലിരുന്ന നെയിം ബോർഡ് തിരയടിച്ച് ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ ആ മണൽത്തിട്ടയിലേക്ക് വന്ന് വീണ് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടൽക്കരയിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി ഇങ്ങനെ കിടക്കുന്ന കാണിക്കുന്നുണ്ട്. ചുറ്റും കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു, കുറേ പേരിങ്ങനെ ഓടിക്കൂടുകയൊക്കെ ചെയ്യുന്നതാണ്. കറക്റ്റ് അത് കണ്ടാൽ ശാലിനിയുടെ ആ ഒരു പച്ച സാരിയുടെ ആ ഒരു സീൻ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ആരാണെന്നുള്ള അടുത്ത വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അത് ശാലിനി ആണോ എന്നുള്ളത് ഒക്കെയാണ് അറിയേണ്ടത്. ഇനി ശാലിനിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ, അതോ ഇനി വേറെ ആരെങ്കിലും ആണോ, ഇനി ശാലിനി ഇങ്ങനെ പോയപ്പോൾ വേറെ ആരെങ്കിലും രക്ഷിച്ചോ, അതോ ശാലിനി ആപത്തൊന്നും സംഭവിച്ചില്ലേ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയേണ്ടത്. ശാലിനിക്ക് ആപത്തൊന്നും സംഭവിക്കുമായിരിക്കില്ല എങ്കിൽ പിന്നെ കഥയില്ലല്ലോ. അത് നമുക്ക് അടുത്ത ഇതിൽ അറിയാം. ഓക്കെ, താങ്ക് യു.